ട്രൈ ചെയ്തോ എല്ലാവരും? ആദിത്യ, അഖിൽ, സി വി, അമൽ രവീന്ദ്രൻ. ഹൗ ടു പെർഫോം സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ അൽഗോരിതം. ട്രൈ ചെയ്തോ? തുളസി, അനൈന, Sir. അഞ്ജിത, രഞ്ജിത്ത്, പ്ലീസ് റെസ്പോണ്ട്. ഞാൻ ഓഡിബിൾ അല്ലേ? അമൽ രവീന്ദ്രൻ, ആദിത്യ. സെവിൻ, തേജ, തുളസി, ഗുഡ് മോർണിംഗ്. Good morning, sir. ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, താങ്ക് യു. അപ്പം ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എ കോൺസെപ്റ്റ് അറേ മൾട്ടിപ്ലയർ. സൈഡ് ഹെഡിങ് എഴുതാ അറേ മൾട്ടിപ്ലയർ. We are discussing about concept of array multiplication. Okay, here we are considering two positive numbers. Okay, then how to implement array multiplication or multiplication of two numbers inside a hardware. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോർമലി ഒരു മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ നോക്കുക. സ്ക്രീൻ ഓക്കെ അല്ലേ ആദിത്യ? Okay, so in order to perform a multiplication, first number that we are saying multiplicand നിങ്ങൾക്കറിയാം. Then second one is multiplier. So in order to perform a binary multiplication, we have to multiply 1 with each bit of multiplicand. Okay, which means each bit of multiplier is multiplied with each bit of multiplicand. Result നമ്മൾ ഇങ്ങനെ എഴുതും. After performing first level of operation, we are shifting bit by left. One left നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. നോർമൽ പ്രൊസീജിയർ നമ്മൾ ഡെസിമൽ നമ്പർ പെർഫോം ചെയ്ത പോലെ തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നു? റിസൾട്ട് നമ്മൾ ഇവിടെ ലാസ്റ്റ് ലൈനിൽ നമ്മൾ എഴുതുന്നു. സപ്പോസ് m നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ മൾട്ടിപ്ലിക്കൻറ്റ്, n നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ മൾട്ടിപ്ലയർ ആണെങ്കിൽ ദർ വിൽ ബി m ഇൻറ്റു n നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദി റിസൾട്ട്. അത് ഓർത്തിരിക്കുക, m ഇൻറ്റു n നമ്പർ ഓഫ് ബിറ്റ്സ് റിസൾട്ടിൽ പോസിബിൾ ആണ്. ഈ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? അമൽ രവീന്ദ്രൻ. sir. Then how we are going to implement it in a hardware, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, in order to perform bit by bit multiplication we need a AND gate. ഓർത്തിരിക്കുക, ബിറ്റ് ബൈ ബിറ്റ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി we need an AND gate. Each bit of multiplicand multiply with last bit, first level last bit of multiplier through a AND gate. Then result നമുക്ക് കിട്ടും. Then second bit പോയിന്റ് ഔട്ട് ചെയ്യുന്ന ബിറ്റ് ഉപയോഗിച്ചിട്ട് അഗൈൻ വി മൾട്ടിപ്ലിക്കൻറ്റിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, നമുക്കൊരു റിസൾട്ട് കിട്ടും. ഈ രണ്ട് റിസൾട്ടിനെയും നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ലെവൽ ഒരു റിസൾട്ട് കിട്ടും. ദാറ്റ് വി ആർ സെയിങ് പാർഷ്യൽ പ്രൊഡക്റ്റ്. അപ്പോൾ കോൺസെപ്റ്റ് ഇതാണ്. ഹാർഡ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പം നമ്മൾ ഈ എഴുതിയതുപോലെ 4 റോവിനും 1 by 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട് ഐഡന്റിഫൈ ചെയ്യല്ല ചെയ്യുക. എന്താ ചെയ്യുന്നത്? ഓരോ ലെവലിലും നമ്മൾ പാർഷ്യൽ പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ സം ചെയ്തിട്ടാണ് ഫൈനൽ റിസൾട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒരു റെപ്രസെന്റേഷൻ കാണിച്ചു തരാം. നിങ്ങൾ ഇതൊന്ന് വരക്കുക.
എൻ്റെ സ്ക്രീൻ ഓക്കെ ആണോ? നിങ്ങളെന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? അഖിൽ കെ, അമൽ രവീന്ദ്രൻ, ആ സാർ ഓക്കെ. ആദിത്യ, അനൈന, സാർ അനിരുദ്ധ്, ഓക്കെ. ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. ഹലോ, വൈഷ്ണവി രാജീവൻ, വിഷ്ണു, തനുശ്രീ രാജീവ്. ഇതെന്താ ആരും ഒരു മൈക്കൊന്നും അൺമ്യൂട്ട് ചെയ്തൊന്ന് സംസാരിച്ചേ? തനുശ്രീ രാജീവ് ഒന്ന് സംസാരിച്ചേ. സെവിൻ, ആ സാർ ഓക്കെ ആണ്. ഷബിൻ, നിങ്ങൾക്ക് വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത്, ശ്രദ്ധിക്കുക, വേറൊന്നും പറയാനില്ല. ഈ ഡയഗ്രാം ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു പെർഫോം 0 into 1. 0 into 1 അതാണ് നമ്മുടെ ഫസ്റ്റ് ലെവൽ. അപ്പം വി ഹാവ് 6 നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കൻ ബിറ്റ് 6 കൗണ്ട് ചെയ്യുക. 1 0 1 0 1 0 ഇറ്റ് ഈസ് 6 ബിറ്റ്. ദെൻ ഫസ്റ്റ് വി ആർ മൾട്ടിപ്ലൈയിങ് ഇറ്റ് വിത്ത് 1. അപ്പൊ നിങ്ങൾ നോക്കുക, y0 ഹിയർ വി ക്യാൻ റെപ്രസെന്റ് മൾട്ടിപ്ലിക്കൻഡ് ആൻഡ് ആസ് എക്സ്, മൾട്ടിപ്ലയർ ആസ് y. സോ ഇനീഷ്യൽ വാല്യൂ ഓഫ് y ഇറ്റ് ഈസ് 1. 6 ബിറ്റ് മൾട്ടിപ്ലിക്കൻഡിൽ ഉള്ളതുകൊണ്ട് വി ഹാവ് 6 നമ്പർ ഓഫ് ആൻഡ് ഗേറ്റ്. ഇൻ ഓർഡർ ടു പെർഫോം അതിന്റെ പാർഷ്യൽ റിസൾട്ട് കിട്ടാൻ വി ഹാവ് 6 നമ്പർ ഓഫ് ആൻഡ് ഗേറ്റ്. ദെൻ ഓരോ ഇൻഡിവിജ്വൽ ബിറ്റ്സ് x0 ദിസ് ഈസ് x0, x1, x2, x3 നമ്മൾ ഇൻഡിവിജ്വലി ഫെഡ് ചെയ്യുന്നു. ഫസ്റ്റ് വി ആർ മൾട്ടിപ്ലൈയിങ് എക്സ് വിത്ത് y1 ഫസ്റ്റ് ബിറ്റ് ഇറ്റ് ഈസ് 1. thereby we are getting a partial product. This is the first partial product. ഇത് നമുക്ക് കിട്ടും ത്രൂ ഈ ഒരു ഓപ്പറേഷനിൽ. ക്ലിയർ ആണോ? മിഥുൻ മോഹൻ, മുഹമ്മദ് നാസിഫ്, കമ്മ്യൂണിക്കേറ്റ് ത്രൂ മൈക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മക്കളെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം, എന്നാലേ ക്ലാസ് എടുക്കാൻ ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഹൃദുൽ, ജെറീഷ് ഇസ്മായിൽ, നിങ്ങൾക്ക് മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുന്നത് എന്താ കുഴപ്പം? ഖദീജ, ക്ലിയറാ സാർ ക്ലിയറാ. ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞ എല്ലാവരും. ആശിഷ് അനിൽ പ്രസന്റ് ആണോ? ആശിഷ്, Yes, sir. ആശിഷ് ആബ്സെന്റ് ആണ്. Present ആണ്. Then അഭിനവ് സെൽവരാജൻ, അഭിഷേക് സി, അഭിഷേക് സി, ആദിത്യ, പ്രസന്റ്. ആദിത്യ, എല്ലാരും പോയിട്ടുള്ളതല്ലേ? അപ്പം അഖിൽ സി വി, അഖിൽ കെ, Present, sir. അമൽ സുരേന്ദ്രൻ. Present, sir. ഞാൻ ഓഡിബിൾ അല്ലേ നിങ്ങക്ക്? കേൾക്കുന്നില്ലേ? എടാ ഒരാളെങ്കൊന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ആദിത്യ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ സാർ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ എന്റെ മൈക്ക് ആണോ പ്രശ്നം?
സാർ ഇപ്പൊ കേൾക്കുന്നുണ്ടാ? ഇയർഫോൺ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഫോണിലും കൂടി ഒന്ന് ലോഗിൻ ചെയ്ത് വെക്കാം. ഓക്കെ. മൈക്ക് നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലേ? ഓക്കെ. എൻ്റെ മൈക്ക് ഒന്നുകൂടി നോക്കട്ടെ. ഓക്കെ, എനിക്ക് എൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാളൊന്ന് സംസാരിക്കൂ, കേൾക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. കേൾക്കുന്നുണ്ടോ സാർ? സിഷാജ് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കേൾക്കുന്നില്ല. ഞാൻ ഇപ്പം ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഓഡിബിൾ ആണെന്ന് തോന്നുന്നു. എൻ്റെ മിസ്റ്റേക്ക് ആണോ? സോറി കേട്ടോ. എന്നെ നിങ്ങൾ കേൾക്കുന്നില്ലേ? എനിക്ക് നിങ്ങളിപ്പം കേൾക്കാൻ പറ്റുന്നില്ല, സത്യം. ജസ്റ്റ് നോക്കുക. സോ വി ആർ ഗെറ്റിംഗ് പാർഷ്യൽ പ്രൊഡക്റ്റ്. ഓക്കെ, താങ്ക് യു. റെസ്പോൺസിന് നന്ദി, താങ്ക് യു. സോ ഫസ്റ്റ് നമുക്ക് പാർഷ്യൽ പ്രൊഡക്റ്റ് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഗേറ്റിലും ഇൻഡിവിജ്വലി 1 by bit പെർഫോം ചെയ്യുന്നത്. ദെൻ നോക്കുക, സപ്പോസ് വി ആർ ഈ ഒരു ടാസ്ക് നിങ്ങളൊന്ന് പെർഫോം ചെയ്ത് നോക്കുക. സപ്പോസ് വി ആർ പെർഫോമിംഗ് 1010 മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 1011. 1010 മൾട്ടിപ്ലൈങ് വിത്ത് 1011. ഓക്കെ, ദെൻ നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ മൾട്ടിപ്ലൈങ് 1010 വിത്ത് 1. ദ റിസൾട്ട് വിൽ ബി 1010. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ദെൻ അഗൈൻ വി ആർ മൾട്ടിപ്ലൈങ് 1010 വിത്ത് ദിസ് 1. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു? 1010 നമുക്ക് വീണ്ടും റിസൾട്ട് കിട്ടും. ഇനി ഈ രണ്ട് സ്റ്റെപ്സിനെ നമ്മൾ കിട്ടി, നമുക്ക് ഇതിനെ ഇനി ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ നമ്മൾ പാർഷ്യൽ പ്രൊഡക്റ്റ് എങ്ങനെ കാണുന്നു, അതിനെ എങ്ങനെ ആഡ് ചെയ്യുന്നു? അപ്പൊ ഇതിനെ 4 സ്റ്റേജസ് ഉണ്ടെന്ന് മനസ്സിലായി. ബിക്കോസ് 4 bits ഈസ് ഹിയർ. 4 തവണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷെ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാർഡ്വെയറിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ബിറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, വി ആർ ഗെറ്റിംഗ് ദിസ് റിസൾട്ട്. സെക്കൻഡ് ബിറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, നമുക്ക് ഈ റിസൾട്ട് കിട്ടും. ഇതിനെ രണ്ടിനെയും നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് വെക്കും. ആ ആഡ് ചെയ്ത റിസൾട്ടിന്റെ കൂടെയാണ് മൂന്നാമത്തെ ബിറ്റായ 0 ഇൻറ്റു ഈ ഒരു ബിറ്റ് പെർഫോം ചെയ്യുന്ന റിസൾട്ട് കൂടി നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്. അപ്പം അതിന്റെ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഫസ്റ്റ് ഓഫ് ഓൾ 1010 നമ്മൾ എല്ലാം ആൻഡ് ഗേറ്റിൽ ഫെഡ് ചെയ്തു, മൾട്ടിപ്ലൈയിങ് വിത്ത് ഫസ്റ്റ് ബിറ്റ് ഓഫ് y. ഈ 1 ബിറ്റ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ നിങ്ങൾ നോക്കുക, 1010 എന്ന് പറഞ്ഞ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഈ ഒരു ബിറ്റ്, ഞാനൊന്ന് പോയിന്റ് എടുക്കാം. ഫസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഈ 0നെയും ഈ 1നെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് 0. ഇതിന് താഴെ ഒന്നുമില്ലല്ലോ, ഈ 0 തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് ഈ ആൻഡ് ഗേറ്റിന്റെ റിസൾട്ട്. ദിസ് ഈസ് 0 റിസൾട്ട് നമുക്ക് കിട്ടി. ദെൻ സെക്കൻഡ് ബിറ്റ് ഈ 1 മൾട്ടിപ്ലൈയിങ് വിത്ത് ദിസ് 1, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? y ഈസ് ദി കോമൺ, x1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, നമുക്ക് റിസൾട്ട് കിട്ടും. എഗെയിൻ ദിസ് ബിറ്റ് മൾട്ടിപ്ലൈ വിത്ത് 0, ഇങ്ങനെ ഓരോ ഫസ്റ്റ് ലെവലിൽ കിട്ടുന്നു. ദെൻ എഗെയിൻ സെയിം മൾട്ടിപ്ലിക്കന്റ് 1010 മൾട്ടിപ്ലൈയിങ് വിത്ത് 1. അപ്പം y1 എന്ന് പറയുന്നത് 1 ആണ്. ഇറ്റ് ഈസ് y1, ഹിയർ ഇറ്റ് ഈസ് 1. അതിനെ നമ്മൾ ഇതുപോലെ ഇൻഡിവിജ്വലി മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ
ഈ രണ്ട് സംഭവത്തിനെയും കൂടി നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാനുള്ള സർക്യൂട്ടറിയാണ് ഈ ഹാഫ് ആർഡർ ഫുൾ ആർഡറിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വാല്യൂ അതുപോലെ തന്നെയാണ്. അപ്പൊ അത് നമ്മൾ അതുപോലെ ഇവിടെ വരച്ചു വെച്ചു. സെക്കൻഡ് വാല്യൂ നോക്കുക. ഔട്ട്പുട്ട് ഓഫ് സെക്കൻഡ് പ്ലസ് രണ്ടാമത്തെ റോ, അതായത് ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ യൂസിങ് എ ഹാഫ് ആർഡർ വി ആർ പെർഫോമിംഗ് ദി ഓപ്പറേഷൻ ബിക്കോസ് ഹിയർ വി ഹാവ് ഓൺലി 2 ഇൻപുട്ട്. 2 ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു ഹാഫ് ആർഡർ മതി. ദെൻ റിസൾട്ട് ഈസ് Z1. ഇതിന്റെ രണ്ടിന്റെയും പാർഷ്യൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നു. ദെൻ ഡെഫിനറ്റ്ലി അവിടെ 1 ആണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ക്യാരി നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് സർക്യൂട്ടറിലേക്ക് പാസ് ചെയ്യുന്നു. ഹിയർ വി ഹാവ് 3 ഇൻപുട്ട്, 1 ക്യാരി ആൻഡ് 1 ഇൻപുട്ട് ഫ്രം ഹിയർ, 1 ഇൻപുട്ട് ഫ്രം പ്രീവിയസ് സ്റ്റേജ്. സോ ഹിയർ വി ഹാവ് ഇൻപുട്ട് 3. സോ ഹിയർ വി ആർ യൂസിങ് എ ഫുൾ ആഡർ. ഫുൾ ആഡറിന്റെ ഔട്ട്പുട്ട് അഗൈൻ ഇങ്ങോട്ട് വരുന്നു. ദെൻ അഗൈൻ നമ്മളൊരു ഫുൾ ആഡർ യൂസ് ചെയ്തിട്ട് പ്രീവിയസ് സ്റ്റേജ് നോക്കുന്നു. ഇവിടുത്തെ ക്യാരിയും ഈ ഒരു ഇൻപുട്ട് മാത്രമേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഹാഫ് ആഡർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ക്യാരി പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ഡിഫറെന്റ് സ്റ്റേജസ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുമോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സെവിൻ, ലിഖിത്, ഓക്കെ. ക്ലിയർ ആണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് നിങ്ങൾ ഒരു മനസ്സിലാക്കുക. ജനറൽ അറേ റെപ്രസെന്റേഷൻ. ജനറൽ അറേ റെപ്രസെന്റേഷൻ എന്ന് എഴുതിയിട്ട് ഈ ഒരു ഫോമാറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതെങ്ങനെയാ വന്നതെന്ന് പറഞ്ഞുതരാം. ജനറൽ അറേ റെപ്രസെന്റേഷൻ. ജനറൽ അറേ റെപ്രസെന്റേഷൻ നോക്കുക. ഇതെങ്ങനെ നമുക്ക് വന്നതെന്ന് നോക്കാം. ഹിയർ വി ഹാവ് എ ഫുൾ ആഡർ. ജനറൽ കേസ് ആണ്. ഫുൾ ആഡർ ഹാവ് ഡെഫിനറ്റ്ലി 3 സ്റ്റേറ്റ്സ്. 1 ഫ്രം ക്യാരി ഇൻ, 1 ക്യാരി ഔട്ട് വിൽ ബി ദർ, 2 ഇൻപുട്ട്. അതാണ് ഒരു ഫുൾ ആഡറിന്റെ 3 ഇൻപുട്സ് ആൻഡ് ദർ വിൽ ബി എൻ ഔട്ട്പുട്ട്. നോക്കുക, വെൻ വി ആർ കൺസിഡറിങ് എ ഫുൾ ആഡർ, ഈ ഒരു ഡയഗ്രം നോക്കുക. ദർ ഈസ് എ ക്യാരി ഇൻപുട്ട്, 2 ഇൻപുട്ട് ആൻഡ് ക്യാരി ഔട്ട്പുട്ട്. represented as carry input, full adder, carry out 2 input. Then നോക്കുക, 1 bit representing y. y means മൾട്ടിപ്ലയറിന്റെ ഓരോ ബിറ്റ്. അതാണ് ഇവിടെ നമ്മൾ നോക്കുക. മൾട്ടിപ്ലയറിന്റെ ഓരോ ബിറ്റ് കണ്ടോ? ഇങ്ങനെ പോയിട്ടില്ല. ഇങ്ങനെ പോയ മൾട്ടിപ്ലയറിന്റെ ബിറ്റ് ആണ് നമ്മളിവിടെ representing by qi ഇങ്ങനെ പോയിട്ടുണ്ട്. Then mj representing multiplicand. x0, x1, x2, x3 എല്ലാ സ്റ്റേജസിലും സെയിം ആയതുകൊണ്ട് നോക്കുക. mj representing multiplicand ബിറ്റ് അതിങ്ങനെ പുറത്തോട്ട് കോമൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. then taking mj ബിറ്റ് ഓരോന്നും നമ്മളിങ്ങനെ എടുക്കുന്നു, multiplying with qi ബിറ്റ്, then feeding into full adder circuit. നോക്കുക, yi feeding into a full adder circuit, taking multiplicand bit along with multiplier bit, full adder circuit. There is a carry in and carry out. This is the typical cell present in array multiplier. ഇപ്പോൾ representation നോക്കുക. In order to multiply binary numbers നമുക്ക് ഇങ്ങനെയുള്ള കുറേ array multipliers ആണ് വേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നന്ദിത, ഓക്കെ. അങ്ങനെ മെനി നമ്പർ ഓഫ് അറേ മൾട്ടിപ്ലയേഴ്സ് ഉണ്ടെങ്കിൽ ഡയഗ്രാം എങ്ങനെയാ ഉണ്ടാവാൻ നോക്കാം. സപ്പോസ് വി ഹാവ് ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ഉണ്ടാവുക. ദിസ് ഈസ് ദി ഡയഗ്രാം.
See this diagram. Individual cell will be like this. നമ്മൾ പറഞ്ഞു. Q0, there is a chance of carry. Q0 is feeding. Output coming to full order circuit. ഓരോ സ്റ്റേജസിലും ക്യാരി പുറത്തേക്ക് പോകുന്നു. ഈ രീതിയിൽ we can construct a array multiplier to perform multiplication. Clear ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നിവേദ്യ, ഋഷികേഷ്, ഋഷിൻ, ഋത്തിക്, സുനിൽ. നുഹാസാലി കരുതി ഞാൻ അറ്റൻഡൻസ് എടുക്കുവാണ്. ഓക്കെ, നെക്സ്റ്റ് ലൈനിൽ എഴുതാ. We are discussing about array multiplier. Next line എഴുതാ. It's a combination circuit. It's a combination circuit. Requires large number of gates. Large number of gates. Requires large number of gates. Next line എഴുതാ. It requires m into n number of AND gates. M into n number of AND gates. Where m is the number of bits in multiplicand, n is the number of bits in multiplier. M into n number of AND gates, where m is the number of bits in multiplicand and n is the number of bits in multiplier. Then n number of half orders. N number of half orders. N number of half orders. Then എത്ര full order വേണം? m minus 2 into n number of full orders. ഇത്രയും സർക്യൂട്ട് ഗേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കോമ്പോണൻസ് ഉണ്ടെങ്കിൽ we can implement a array multiplier. Just note down ചെയ്യാം. If we have m into n number of bits in multiplicand represented by n, sorry, m number of bits in multiplier represented by n, then we need m into n number of AND gate, n number of half orders, m minus 2 into n number of full orders, m minus 2 into n number of full orders. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, m minus 2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ ഡയഗ്രത്തിന്റെയും സൈഡിൽ വരുന്നത് ഹാഫ് ഓർഡർ ആണ്. അപ്പോൾ ഓരോ റോയിലും m minus 2 രണ്ടെണ്ണം വെച്ച് എപ്പോഴും ഹാഫ് ഓർഡർ പോകുന്നുണ്ട്, ബാക്കി ഫുൾ ഓർഡേഴ്സ് ആണ്. എത്രമാത്രം m into n ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ആൻഡ് ഗേറ്റ് നമുക്ക് വേണം. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, ഇത്രയും കോമ്പോണൻസ് നമുക്ക് വേണം. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അഭിഷേക്, ചാറ്റ് ബോക്സിൽ ഒരാളെ റെസ്പോണ്ട് ചെയ്തു പ്ലീസ്. So coming to next diagram, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാം ആണ്. Here we are performing B1 B0 into A1 A0. B1 is our
multiplicand a1 a0 or multiplier. 2 bits ആയേ ഉള്ളൂ. Simply we can perform this operation using two half orders. സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. ഹിയർ a0 കോമൺ ആയിട്ട് a0 മൾട്ടിപ്ലൈയിങ് വിത്ത് b1 ആൻഡ് b0. സോ വി നീഡ് 2 AND ഗേറ്റ്. b1 is here, b0 is here, a0. This is our a0. a0 മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് റിസൾട്ട് ഈസ് a0 ഇൻറ്റു b0. അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. അതാണ് നമ്മളിവിടെ എഴുതിയത്. a0 b0 ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി. ദെൻ അഗെയിൻ ഒരു അഡീഷൻ നമുക്ക് പെർഫോം ചെയ്യാനുണ്ട്. a0 b1 പ്ലസ് a1 b0 നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. സോ അത് നമ്മൾ ആഡ് ചെയ്യുന്നു. ഹിയർ വി ഹാവ് 2 ഇൻപുട്ട്. അതുകൊണ്ട് നമുക്കൊരു ഹാഫ് ഓർഡർ സർക്യൂട്ട് മതി. ഇവിടെയും ഒരു ഇൻപുട്ട്, അഗൈൻ ഒരു ക്യാരി, അവിടെയും നമുക്കൊരു ഹാഫ് ഓർഡർ മതി. അപ്പോൾ ഓപ്പറേഷൻ സിമ്പിൾ ആകുമ്പോൾ നമുക്ക് എന്ത് മതി? വിത്ത് ദി ഹെൽപ്പ് ഓഫ് 2 ഹാഫ് ഓർഡേഴ്സ് നമുക്ക് ഈ സർക്യൂട്ടറി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഈ ഡയഗ്രാം ക്ലിയർ അല്ലേ? നമ്മുടെ ഇക്വേഷൻ, പ്രീവിയസ് ഇക്വേഷൻ നോക്കുക. ഹിയർ വി ഹാവ് m ഇൻറ്റു n. m ഈസ് 2 bits, n ഈസ് 2 bit. 4 നമ്പർ ഓഫ് ഗേറ്റ്സ്. നമ്പർ ഓഫ് ഹാഫ് ഓർഡർ ഈസ് n bit. Multiplier bit is also 2. So we need 2 half orders. Again about number of full orders. It is m minus 2. m again 2. 2 minus 2 0. 0 number of full orders. So equation is working. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡയഗ്രാം കാണിച്ചത്. ക്ലിയർ അല്ലേ? ഡയഗ്രാം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം പ്ലീസ്. ഓക്കെ അല്ലേ വിഷ്ണു? ഓക്കെ, ഡയഗ്രാം നമുക്ക് ഒന്നുകൂടി എൻലാർജ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. സപ്പോസ് വി ഹാവ് ഡിഫറെന്റ് നമ്പർ ഓഫ് ബിറ്റ്സ്, 2 into 2 അല്ല, അങ്ങനെയാണ് എങ്കിൽ ഫസ്റ്റ് ഓപ്പറേഷൻ റിസൾട്ട് നമുക്ക് ഇവിടെ സെറ്റ് 0 ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ആഡേഴ്സ്, ഡിഫറെന്റ് ആഡേഴ്സ് സർക്യൂട്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ ഡയഗ്രാം ഓർത്തിരുന്നില്ലെങ്കിലും അറേ മൾട്ടിപ്ലയറിന്റെ ഈ ഒരു ഡയഗ്രാം ഓർത്തിരിക്കാം. ഫോർമാറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഈ ഒരു കോമ്പണൻസ് മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കാം. ഫുൾ ആഡർ സർക്യൂട്ട്, പ്രസൻസ് ഓഫ് ക്യാരി, ക്യാരി ഔട്ട്, ദെൻ 2 ഇൻപുട്സ്, ഔട്ട്പുട്ട് ഫ്രം ദി ഫുൾ ആഡർ. ഈ ഡയഗ്രാം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക, മനസ്സിലാക്കുക. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറേ മൾട്ടിപ്ലയറിൽ ഉള്ളത്. ഒന്ന് രണ്ട് പോയിന്റ്സും കൂടി എഴുതിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. In an array multiplier, main component is a full adder. Main component is a full adder. Next line എഴുതാം. We are identifying partial product. We are identifying partial product in each stage. Partial product in each stage and passed vertically downward. And passed vertically downward. ഇത്രയും കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കോൺസെപ്റ്റ് ഓഫ് ഒരു അറേ മൾട്ടിപ്ലയർ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അറേ മൾട്ടിപ്ലയർ വൈൻഡ് അപ്പ് ചെയ്യാം. ഋതിക്, സുനിൽ, രോഹിത്, രമേശ്. ഓക്കെ, നമുക്ക് ഇന്ന് ഇത്രയും മതി. അപ്പം നമ്മൾ ഓൾറെഡി 4 കോൺസെപ്റ്റ് ആണ് ഫസ്റ്റ് പാർട്ടിൽ
കവർ ചെയ്തത്. നെക്സ്റ്റ് സെഷൻ ഈസ് റിഗാർഡിംഗ് പൈപ്പ് ലൈനിങ്. അത് വേറെ തന്നെ ഒരു സെഷനാണ്. ഫസ്റ്റ് പാർട്ട് ഈസ് അരിത്തമെറ്റിക്. നമ്മൾ ഡിസ്കസ്ഡ് അബൌട്ട് ബൂത്ത് അൽഗോരിതം, ബൂത്ത് ഹൗ ഇറ്റ് വർക്ക്സ് ആൻഡ് അതിന്റെ ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ബൂത്തിന്റെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. ബൂത്തിന്റെ അൽഗോരിതം, ദെൻ അതിന്റെ വർക്കിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് റീസ്റ്റോറിംഗ് ഡിവിഷൻ, അൽഗോരിതം ആൻഡ് മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ്. റീസ്റ്റോറിംഗ് ഡിവിഷൻ, അൽഗോരിതം ആൻഡ് മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ്. യെസ്റ്റർഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് മൾട്ടിപ്ലിക്കേഷൻ, അതിന്റെയും ഫ്ലോ ചാർട്ട് മീൻസ് അൽഗോരിതം റെപ്രസെന്റേഷൻ. ഫ്ലോ ചാർട്ട് ആണ് എല്ലാത്തിനും ഇമ്പോർട്ടന്റ്. അൽഗോരിതം എന്ന് പറഞ്ഞത് ഫ്ലോ ചാർട്ട് വരക്കുക. ദെൻ അതിന്റെ ഐട്രേഷനും ഇമ്പോർട്ടന്റ് ആണ്. ടുഡേ കോൺസെപ്റ്റ് ഓഫ് അറേ മൾട്ടിപ്ലയർ, എങ്ങനെ അറേ മൾട്ടിപ്ലയർ ഇംപ്ലിമെന്റ് ചെയ്യാം, ഓരോ സർക്യൂട്ടറിൽ എങ്ങനെയാണ് ഉണ്ടാവുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ 4 എണ്ണം നമ്മൾ പഠിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് ഓഫ് തേർഡ് മൊഡ്യൂൾ പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞ ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഇത്രയും മതി. ഇനീഷ്യലി കുറച്ച് എന്തൊക്കെയോ ട്രബിൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കേട്ടിട്ടില്ല.